നെഹ്റു ട്രോഫി വള്ളംകളി. കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചുപെണ്ണെ കുയിലാളെ കൊട്ടു വേണം, കുഴൽ വേണം, കുരവ വേണം. കേരളത്തിലെ ഏറ്റവും പ്രധാന വള്ളംകളി മത്സരങ്ങളിൽ ഒന്നാമത്തേതാണ് നെഹ്റു ട്രോഫി വള്ളംകളി മത്സരം. എല്ലാ വർഷവും ഓഗസ്റ്റിലെ 2ാം ശനിയാഴ്ച നടത്തുന്ന ഈ വള്ളംകളി മത്സരത്തിന് പതിനായിരങ്ങളാണ് കാണികളായെത്തുക. പാരമ്പര്യമായി പകർന്നു കിട്ടിയ വഞ്ചിപ്പാട്ടുകളുടെ താളത്തിൽ 100 അടിയോളം നീളമുള്ള ചുണ്ടൻ വള്ളങ്ങളുടെ മത്സര വള്ളംകളിക്ക് ഈ പേര് വരാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. പുന്നമടക്കായലാണ് ചുണ്ടൻ വള്ളങ്ങളുടെ നീണ്ട നിരയ്ക്ക് വേദി ഒരുക്കുന്നത്. 1952 പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ആലപ്പുഴ സന്ദർശനമാണ് ഇത്തരമൊരു വള്ളംകളി മത്സരത്തിന് കാരണമായത്. നെഹ്റുവിനെ സ്വീകരിക്കാനെത്തിയ ചുണ്ടൻ വള്ളങ്ങളിൽ ഒന്നിലേക്ക് സുരക്ഷാ വലയങ്ങൾ മറന്ന് നെഹ്റു ചാടിയിറങ്ങി. ആ യാത്ര നെഹ്റു മറന്നില്ല. വെള്ളിയിൽ തീർത്ത ചുണ്ടൻ വള്ളത്തിൻ്റെ ആകൃതിയിലുള്ള ട്രോഫി തയ്യാറാക്കി അയച്ച് എല്ലാ വർഷവും ഈ ട്രോഫിക്കായുള്ള മത്സര വള്ളംകളി ആസ്വദിക്കുകയായിരുന്നു. പിന്നീട് ഈ വള്ളംകളി മത്സരത്തിനും നെഹ്റു ട്രോഫി വള്ളംകളി എന്ന പേര് വീണു. കുട്ടനാട്ടിലെ വിവിധ കരക്കാരും കായൽ തീരത്തെ ക്ലബ്ബുകളുമാണ് വള്ളങ്ങളും തുഴച്ചിൽക്കാരെയും തിരഞ്ഞെടുത്ത് ഇതിൽ പങ്കെടുക്കുക. ഈ വള്ളംകളി മത്സരക്കാലത്ത് പുന്നമടക്കായലിൽ പരിശീലനം നടത്തുന്ന തുഴച്ചിൽ വള്ളങ്ങളും വള്ളക്കാരും മത്സരവള്ളങ്ങൾ നീറ്റിലിറക്കുന്ന ജലഘോഷയാത്രകൾ, വെള്ളത്തിൽ അലങ്കരിച്ച് പ്രദർശന വള്ളങ്ങൾ എന്നിങ്ങനെ കാഴ്ചകളുടെ ഒരു പൂരം വിടരും. വമ്പൻ ചുണ്ടൻ വള്ളങ്ങൾ മുതൽ ചെറിയ ഓടിവള്ളങ്ങൾ വരെ കായലിൽ നിരക്കും. വള്ളംകളിയിൽ മത്സരം തുഴച്ചിൽക്കാരുടെ കായികബലത്തിൻ്റെയും പാട്ടുകാരുടെ താളബോധത്തിൻ്റെയും അംശങ്ങൾ ചേർന്ന് സ്വയം ഒരു കലാരൂപമായി വികസിച്ചിട്ടുണ്ട്.